ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയാണ്. SR തിയറി എന്നും ഈ തിയറി അറിയപ്പെടാറുണ്ട്. മറ്റ് രണ്ട് പേരുകൾ കൂടിയുണ്ട്, ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി ഓർ മാജിക് ബുള്ളറ്റ് തിയറി. ഓക്കെ, ഈ രണ്ട് പേരുകൾ കൂടി ഓർത്ത് വയ്ക്കുക. SR തിയറി is proposed by ഹാരോൾഡ് ലാസ്വെൽ. ഹാരോൾഡ് ലാസ്വെൽ ആണ് ഈ തിയറി പ്രൊപ്പോസ് ചെയ്തത്. സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി എന്താണ് അസ്യൂം ചെയ്യുന്നതെന്ന് നോക്കാം. SR തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് എ മീഡിയ മെസ്സേജ് ഡയറക്ട്ലി പ്രൊഡ്യൂസസ് എ റിയാക്ഷൻ ഇൻ ദി ഓഡിയൻസ്. ഒരു മീഡിയ മെസ്സേജ് അതിൻ്റെ ഓഡിയൻസിൽ ഡയറക്റ്റായിട്ടുള്ളൊരു റിയാക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് SR തിയറിയുടെ ബേസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. മീഡിയ മെസ്സേജസിന് ഒരു പവർഫുൾ ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ട് എന്ന് ഈ തിയറി വിശ്വസിക്കുന്നുണ്ട്. ഈ തിയറി ഡെവലപ്പ് ചെയ്തത് ഡ്യൂറിങ് ദി ഏർലി 20th സെഞ്ച്വറിയിലാണ്. ഓക്കെ, ദെൻ ഇതിനകത്ത് സ്റ്റിമുലസ് എന്താണ്, റെസ്പോൺസ് എന്താണെന്നുള്ളതൊന്ന് പരിചയപ്പെടാം. എന്താണ് സ്റ്റിമുലസ്? ഇറ്റ് ഈസ് ദ മെസ്സേജ് സെൻഡ് ബൈ ദി കമ്മ്യൂണിക്കേറ്റർ. കമ്മ്യൂണിക്കേറ്റർ സെൻഡ് ചെയ്യുന്ന എന്ത് മെസ്സേജും നമുക്ക് സ്റ്റിമുലസ് എന്ന് പറയാം. അതായത് ഒരു വ്യക്തിയിലേക്ക് എത്തുന്ന മെസ്സേജ്, അതിപ്പം അഡ്വർടൈസ്മെൻറ്റിൻ്റെ രൂപത്തിലാവട്ടെ, ന്യൂസ് ആയിക്കോട്ടെ, പ്രൊമോഷൻസ് ആയിക്കോട്ടെ, അതെല്ലാം സ്റ്റിമുലസ് ആണ്. ഓക്കെ, ദെൻ റെസ്പോൺസ് എന്താണ്, ഓഡിയൻസിൻ്റെ റിയാക്ഷൻ, അതാണ് റെസ്പോൺസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പം ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റിൻ്റെ ആഡ് കണ്ടിട്ട് ഒരു കൺസ്യൂമർ അത് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു റെസ്പോൺസ് നടക്കുന്നു അല്ലേ, അത് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇവിടെ റിയാക്ഷൻ എന്ന് പറയുന്നത്, റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ SR തിയറിയിൽ ഓഡിയൻസ് ഈസ് കൺസിഡേർഡ് പാസീവ്. ഓക്കെ, SR തിയറിയിലെ ഓഡിയൻസിനെ പാസീവ് ഓഡിയൻസ് ആയിട്ടാണ് കാണുന്നത്, ആക്റ്റീവ് ഓഡിയൻസ് ആയിട്ടല്ല. പോപ്പുലേഷൻ ഈസ് സീൻ ആസ് സിറ്റിംഗ് ഡക്ക്, അതായത് ഓഡിയൻസിനെ ഒരു സിറ്റിംഗ് ഡക്ക് പോലെയാണ് കാണുന്നത്. മീഡിയ മെസ്സേജസ് ആർ സീൻ ആസ് ഡയറക്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ഇൻഫ്ലുവൻസസ്. മീഡിയ മെസ്സേജുകൾ പവർഫുൾ ആയിട്ടുള്ള ഇഫക്റ്റ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന മെസ്സേജുകളായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. മീഡിയ ഇൻജെക്ട്സ് ഇറ്റ്സ് മെസ്സേജ് ഇൻ ടു ദി പാസീവ് ഓഡിയൻസ്. പാസീവായിട്ട് ഇരിക്കുന്ന ഓഡിയൻസിലേക്ക് മീഡിയ മെസ്സേജ് ഇൻജെക്റ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് ഈ തിയറി പറഞ്ഞു വയ്ക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് പ്രൊപ്പഗാൻഡ ആൻഡ് വാർ ടൈം കമ്മ്യൂണിക്കേഷൻ. പ്രൊപ്പഗാൻഡയായിട്ടും വാർ ടൈം കമ്മ്യൂണിക്കേഷനായിട്ടും ഈ തിയറി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വാർ ടൈം കമ്മ്യൂണിക്കേഷനായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 1938 വാർ ഓഫ് ദി വേൾഡ്സ് എന്നൊരു റേഡിയോ പ്രോഗ്രാം അത് എയർ ചെയ്യുന്ന സമയത്ത് അത് കേട്ട പലരും അതൊരു റിയൽ ഇൻസിഡൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു റിയൽ ന്യൂസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് അത് വിശ്വസിച്ച് ഭയപ്പെട്ട് ഓടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു സിറ്റുവേഷൻ മീഡിയ മെസ്സേജിൻ്റെ നേരിട്ടുള്ള ഇൻഫ്ലുവൻസിനെ കാണിക്കുന്നതാണ് SR തിയറിയിൽ പറയുന്നതും അല്ലേ. മീഡിയ മെസ്സേജിന് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണല്ലോ SR തിയറി സ്റ്റേറ്റ് ചെയ്യുന്നത്. അതാണ് SR തിയറിയിൽ പറയുന്നതും അല്ലേ. മീഡിയ മെസ്സേജിന് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണല്ലോ SR തിയറി സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, then it is used to explain the impact of advertisements, political campaigns and public awareness campaigns. അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇമ്പാക്റ്റും പൊളിറ്റിക്കൽ ക്യാമ്പയിൻസ് ആൻഡ് പബ്ലിക് അവെയർനെസ് ക്യാമ്പയിൻസ് ഇതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ തിയറി ഉപയോഗിക്കാറുണ്ട്. ദെൻ ഓൾസോ ഇറ്റ് ഹെൽപ്സ് കമ്മ്യൂണിക്കേറ്റേഴ്സ് അണ്ടർസ്റ്റാൻഡ് ഓഡിയൻസ് ബിഹേവിയർ. ഓഡിയൻസിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കുന്നതിനും ഈ തിയറി കമ്മ്യൂണിക്കേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ കുറച്ച് എക്സാമ്പിൾസിലൂടെ ഞാൻ SR തിയറീനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് സ്റ്റിമുലസ് ആണ്
ഓക്കെ, റൈറ്റ് സൈഡിൽ വരുന്നത് എന്താണ്, അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞു നേരത്തെ, ഒരു വ്യക്തിയിലേക്ക് എത്തുന്ന മെസ്സേജസ് ആയിക്കോട്ടെ, അഡ്വർടൈസ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ന്യൂസ് ആയിക്കോട്ടെ, പ്രൊമോഷൻസ്, ഇതെല്ലാം സ്റ്റിമുലസ് ആണ് അല്ലേ? അതിനോട് ഓഡിയൻസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അത് റെസ്പോൺസ് ആണ്. ഓക്കെ, സോ ഇവിടെ ഫോർ എക്സാമ്പിൾ അഡ്വർടൈസ്മെൻറ്റ് ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് അഡ്വർടൈസ്മെൻ്റ് ആണല്ലേ. ഫോർ എക്സാമ്പിൾ ഒരു ചോക്ലേറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, അത് കണ്ടിട്ട് ഓഡിയൻസ് എന്ത് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നടക്കുന്നത്, അതായത് ഒരു സ്റ്റിമുലസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ആഡ് കണ്ടിട്ട് ഒരാൾ അത് പർച്ചേസ് ചെയ്തു, അവിടെ ഒരു റെസ്പോൺസ് നടന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ഹെൽത്ത് ക്യാമ്പയിൻ കണ്ടിട്ട് ഹെൽത്തി ഹാബിറ്റ്സ് അഡോപ്റ്റ് ചെയ്യുക, എലക്ഷൻ സ്പീച്ച് അല്ലെങ്കിൽ ഒരു എലക്ഷൻ ക്യാമ്പയിൻ കണ്ടിട്ട് ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിന് വോട്ട് കൊടുക്കുക, പിന്നെ റോഡ് സേഫ്റ്റി മെസ്സേജസ് കണ്ടിട്ട് ഹെൽമറ്റ് വെക്കുക. ഇതൊക്കെ എന്താണ്, ഒരു സ്റ്റിമുലസിനോട് എങ്ങനെയാണ് ഓഡിയൻസ് റെസ്പോൺസ് ചെയ്യുന്നത് എന്നതിനുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് SR തിയറിയിൽ പറയുന്നത്. ഇനി SR തിയറിയുടെ കുറച്ച് ക്രിറ്റിസിസംസ് നോക്കാം. assumes that all people react in the same way to media messages. SR തിയറി അസ്യൂം ചെയ്യുന്നത് എല്ലാ ആളുകളും ഒരേ രീതിയിലാണ് മീഡിയ മെസ്സേജസിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെയാണോ? അല്ല അല്ലേ. ദെൻ അടുത്ത പോയിന്റ്, ട്രീറ്റ്സ് ദി ഓഡിയൻസ് ആസ് പാസീവ് റിസീവേഴ്സ്, ഇഗ്നോർസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് സച്ച് ആസ് ഏജ്, എഡ്യൂക്കേഷൻ, പേഴ്സണാലിറ്റി ആൻഡ് കൾച്ചർ. ഓക്കെ, ഓഡിയൻസിനെ ഒരു പാസീവ് റിസീവേഴ്സ് ആയിട്ടാണ്, ഒരു സിറ്റിംഗ് ഡക്കായിട്ടാണ് SR തിയറിയിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം പറഞ്ഞ പോയിന്റിനോട് ചേർത്ത് വെക്കേണ്ട ഒരു പോയിന്റാണ് ഇഗ്നോർസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓക്കെ, അതായത് എല്ലാ ആളുകളും ഒരേ രീതിയിലായിരിക്കുമോ മീഡിയ മെസ്സേജസിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്? അല്ലേ. ഇൻഡിവിജ്വൽ ഡിഫറൻസസിനനുസരിച്ച് റെസ്പോൺസ് മാറാം, അനുസരിച്ച് എഡ്യൂക്കേഷൻ അനുസരിച്ച്, പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച്, കൾച്ചറിന് അനുസരിച്ച് ഒക്കെ നമ്മുടെ റെസ്പോൺസ് മാറാം. ഇപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ആഡ് കണ്ടിട്ട് നമ്മൾ ഓടിപ്പോയി ആ ചോക്ലേറ്റ് മേടിക്കും? ഇല്ല. ഡയറക്റ്റായിട്ടുള്ളൊരു റെസ്പോൺസ്, പെട്ടെന്നുള്ള റെസ്പോൺസ് ഉണ്ടാവില്ല. മേ ബി ഇറ്റ് ടേക്സ് ടൈം, റൈറ്റ്? സോ അതാണ് ഇവിടെ പറയുന്നത്. ദെൻ ഓവർ എസ്റ്റിമേറ്റ്സ് ദ പവർ ഓഫ് ദി മീഡിയ, ഡസൻറ്റ് കൺസിഡർ ദാറ്റ് പീപ്പിൾ ഇൻ്റർപ്രറ്റ് മെസ്സേജസ് ഡിഫറെൻ്റ്ലി. അതായത് മാധ്യമങ്ങളുടെ ശക്തിയെ അമിതമായിട്ട് വിലയിരുത്തുന്ന ഒരു പ്രവണതയാണ് SR തിയറിയിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, ആളുകൾ മെസ്സേജസ് പല തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളത്, അങ്ങനെ ഒരു പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ അടുത്ത ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇഗ്നോർസ് പേഴ്സണൽ എക്സ്പീരിയൻസസ് ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസസ് എന്നുള്ളതാണ്. അതായത് എല്ലാവരും അവരവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസസിനെ വെച്ചിട്ടും സോഷ്യൽ ഇൻഫ്ലുവൻസസ് വെച്ചിട്ടും ഒക്കെ ആയിരിക്കും പല മെസ്സേജസിനോടും റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ഇഗ്നോർ ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ അസ്യൂംസ് ഇമ്മീഡിയറ്റ് ഇഫക്ട്സ് വൈൽ മെനി മീഡിയ ഇഫക്ട്സ് ടേക്സ് ടൈം. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നാണ് SR തിയറി പറയുന്നത്. വൈൽ മെനി മീഡിയ ഇഫക്ട്സ് ടേക്ക് ടൈം. ഓക്കെ, ദെൻ ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ വൈ ഡിഫറെൻറ്റ് പീപ്പിൾ റെസ്പോണ്ട് ഡിഫറെൻ്റ്ലി ടു ദി സെയിം മെസ്സേജ്. പലരും പല തരത്തിൽ ഒരേ മെസ്സേജിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പറയാൻ അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ SR തിയറി ഫെയിലാവുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് തിയറിയുടെ ക്രിറ്റിസിസംസ് ആയിട്ട് വരുന്നത്. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല ഒരു മെസ്സേജിനോട് പ്രതികരിക്കുക. പലരും പല രീതിയിലായിരിക്കും അല്ലേ. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ പരിഗണിക്കപ്പെടണം അല്ലേ. സോ എന്നിരുന്നാലും ലേറ്റർ കമ്മ്യൂണിക്കേഷൻ തിയറീസ് ഷോഡ് ദാറ്റ് ഓഡിയൻസസ് ആർ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് നോട്ട് പാസീവ് റെസിപ്പിയൻറ്റ്. ഓക്കെ, ശേഷം വന്ന കമ്മ്യൂണിക്കേഷൻ തിയറീസ് എല്ലാം ഓഡിയൻസസ് ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പൻ്റ് ആണെന്ന് തെളിയിച്ചിട്ടുണ്ട്.
പാസീവായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ സിറ്റിംഗ് ഡക്ക് എന്നുള്ള വിശേഷണം അല്ല ഓഡിയൻസിന് ഉതകുന്നത് എന്ന് തെളിയിച്ചിട്ടുള്ള തിയറീസും പിന്നീട് വന്നിട്ടുണ്ട്. സോ അത്രയാണ് SR തിയറിയിൽ പറയാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.